മൂന്നാം മോദി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ബജറ്റ് 2024-25 ബജറ്റ്. അതായത് ഈ ബജറ്റും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് നടത്തിയ ഇൻ്റേറിയം ബജറ്റ്, ഇടക്കാല ബജറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലെന്ന് മാത്രമല്ല, ആ ഇൻ്റേറിയം ബജറ്റിൽ കുറച്ചുകൂടി ഊഷ്മളമായ അനൗൺസ്മെൻറ്റ്സ്, പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ രഹസ്യം നമുക്കെല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ വളരെ ആകർഷകമായ അനൗൺസ്മെൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും. നമ്മൾ പറയുമല്ലോ, കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കും എന്ന രീതിയിലുള്ള ഒരു ബജറ്റ് അനൗൺസ്മെൻ്റ് ആയിരുന്നു ആ ഇടക്കാല ബജറ്റിൽ നമ്മൾ കണ്ടത്. അത് പക്ഷേ മോദി ഗവൺമെൻറ് വിചാരിച്ചതുപോലെയുള്ള ഒരു വിജയമല്ല ജനങ്ങൾ നൽകിയത്. അതുകൊണ്ട് തന്നെ അതിൽ അനൗൺസ് ചെയ്തിരുന്ന പലതും വെട്ടിക്കുറച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ വരാൻ കാരണം ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ് ആണ് എന്നും കൂടി നാം ഓർക്കണം. സത്യത്തിൽ ഈ ബജറ്റിനെ ഓവറോൾ ആയിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ 3 സ്ഥലങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഒരുപാട് ഊന്നൽ കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിന് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബീഹാറിനാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അവരൊക്കെ ആവശ്യപ്പെട്ടതൊക്കെ വലിയ പാക്കേജസ് ആയിട്ട് കൊടുത്തു. അതേസമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് കേരളത്തിൻ്റെ കാര്യം എടുക്കാം. കേരളം എന്ന ഒരു വാക്ക് പോലും ബജറ്റ് വായന സമയത്ത് നിർമ്മലാ സീതാരാമൻ ഉച്ചരിച്ചിട്ടില്ല. അതായത് കേരള ഗവൺമെൻറ് 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. അത് തരം തിരിച്ച്, അതായത് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളത്, അതുകൂടാതെ ഹൈവേ വികസനത്തിന് വേണ്ടിയുള്ളത്, ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞാണ് ഒരു അജണ്ട കൊടുത്തിരുന്നത്. പക്ഷേ ആ അജണ്ടയൊന്നും കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല. അതുമാത്രമല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, ഇവിടുന്ന് 2 മന്ത്രിമാരെയാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ കേന്ദ്രമന്ത്രിസഭയിൽ 2 മന്ത്രിമാരുണ്ടായിട്ട് 2 സഹമന്ത്രിമാരാണ്. എങ്കിൽ പോലും സഹമന്ത്രിക്കും അവരുടേതായ സ്ഥാനമുണ്ടല്ലോ, അവരുടേതായ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടി വാദിച്ച് നമ്മൾ പറഞ്ഞ എയിംസ് പോലെയുള്ള വളരെ അത്യാവശ്യമായ പല ആവശ്യങ്ങളും നേടിയെടുക്കാനാകും. പോയ ബജറ്റുകളുമൊക്കെ ആയിട്ട് മോദി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 9 വർഷങ്ങളുമായിട്ട് ബജറ്റുകളുമായിട്ട് താരതമ്യം കഴിഞ്ഞ 10 ബജറ്റുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ 11ാമത്തെ ബജറ്റിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ ഒന്നും തന്നെയില്ല. കേരളത്തെ വല്ലാതെ നിരാശാഭരിതമാക്കുന്ന ഒരു ബജറ്റാണിത്. എങ്കിൽ പോലും നമുക്ക് ഈ ബജറ്റിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കയറി നോക്കാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് കുറേ പാക്കേജസ് ഉണ്ട്. അതായത് ആന്ധ്ര ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, അതിനു വേണ്ടി തന്നെ 15,000 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അവർക്കൊരു പാക്കേജുണ്ട്. അതുപോലെ ബീഹാറിന് കൊടുത്തിരിക്കുന്ന പാക്കേജ്, പിന്നെ ആന്ധ്രയിലെ കർഷകർക്കൊക്കെ പ്രത്യേക പാക്കേജസ് ഉണ്ട്. അതുപോലെ ബീഹാറിന് വേണ്ടിയിട്ട് 2 അമ്പലങ്ങളുമായിട്ട്, ഗയ, ബോധി, ഈ 2 അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ 2 പാക്കേജസ് കൊടുത്തിട്ടുണ്ട്. വ്യവസായ കോറിഡോറുകളല്ല, ടൂറിസം കോറിഡോറുകൾ. ബോധി, ഗയ ഈ 2 അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം കോറിഡോറുകൾ നൽകാനുള്ള പണം വകയിരുത്തിയിട്ടുണ്ട്. മറ്റു പല മേഖലകളിലും ഈ 2 സംസ്ഥാനങ്ങൾക്കും വേണ്ടി വലിയ ഫോക്കസാണ് ബജറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റാണ്. ഈ ബജറ്റിലെ മുൻഗണനകളിൽ വലിയ മാറ്റം വന്നു. അതായത് ഇന്ത്യയിലെ പൊതുജനത്തെ മുൻഗണനയോടുകൂടി കാണുന്നതിന് പകരം ചില സംസ്ഥാനങ്ങളിലേക്ക് ആ മുൻഗണന മാറിപ്പോകുന്നു, കോർപ്പറേറ്റ് സെക്ടറിലേക്ക് പോകുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് കാർഷിക മേഖല എടുക്കാം. കാർഷിക മേഖലയിൽ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ എല്ലാ കർഷകരുടെ ഭാഗത്തു നിന്നും ഒക്കെ വന്നതാണ്. പക്ഷേ ആ നിർദ്ദേശങ്ങളെല്ലാം ഒന്നും നടപ്പാക്കിയിട്ടില്ല. കാർഷിക മേഖലയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത് 1.52 ലക്ഷം കോടി രൂപയാണ്. ഇത് ഇത്ര വലിയ ഒരു രാഷ്ട്രം, അതായത് 144 കോടി 17 ലക്ഷം ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനശക്തിയുള്ള രാജ്യത്ത് ഈ 1,50,000 കോടി രൂപ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊട്ടും വലിയ ഒരു വയ്പല്ല. പക്ഷേ ഇവിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. അതായത് കൃഷിയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ആ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനുള്ള ചില പദ്ധതികളൊക്കെ ഉണ്ട്. അതായത്
ഫെർട്ടിലൈസേഴ്സിൻ്റെ, അതായത് അഗ്രികൾച്ചറൽ ഇൻപുട്സിൻ്റെ ഒക്കെ സബ്സിഡിയിൽ വർധനവ് ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മറ്റു തരത്തിലുള്ള ചില സഹായങ്ങൾ, അതായത് കർഷക സഹായ നിധി തന്നെ 6000 കോടിയായിട്ട് തുടരുകയാണ്. അതായത് 2018-19 ഇലക്ഷൻ ടൈമിലാണ് 3 ഗഡുക്കളായിട്ട് 6000 കോടി രൂപ കർഷകർക്ക് നൽകാനുള്ള, നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകർക്ക് നൽകാനുള്ള തീരുമാനം മോദി ഗവൺമെന്റിൽ നിന്നുണ്ടായത്. അത് 6000 രൂപയായിട്ട് തന്നെ ഇപ്പോഴും തുടരുന്നു. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതിലൊക്കെ ഒരു പക്ഷേ മാറ്റം വരുത്തുമെന്ന്. പക്ഷേ അത് നടന്നിട്ടില്ല. പിന്നെ അതുപോലെ കാർഷിക മേഖലയ്ക്ക് ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നേരത്തെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റ് 2022-23-24 ബഡ്ജറ്റിൽ തന്നെ കൊണ്ടുവന്നിരുന്നു. ഡ്രോൺസിൻ്റെ ഉപയോഗത്തോടു കൂടിയൊക്കെ ക്രോപ്പ് നിരീക്ഷണങ്ങൾ നടത്താനുള്ള സൗകര്യം. പക്ഷെ അതിൽ അപകടങ്ങളുണ്ട്. പെസ്റ്റിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്യാനായിട്ട് ഈ ഡ്രോൺസ് ഉപയോഗിച്ചാൽ നമ്മുടെ കാസർഗോഡുണ്ടായ എൻഡോസൾഫാൻ ദുരിതം പോലെയുള്ള ദുരിതങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതായത് ഡ്രോൺസ് ഉപയോഗിച്ച് പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്യുന്നത് വലിയ തെറ്റായി വരും. പക്ഷെ മറ്റു തരത്തിൽ ഡ്രോൺസ് ഉപയോഗിക്കാം. ക്രോപ്പ് ലോസസ് ഉണ്ടോ, ക്രോപ്പിന് രോഗങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനൊക്കെ അങ്ങനെ ഭൂമിയുടെ രജിസ്ട്രേഷനൊക്കെ ഡിജിറ്റലാക്കുക. ഒരുപാട് ഡിജിറ്റലിലേക്ക് കാർഷിക മേഖലയെ ഡിജിറ്റലാക്കി മാറ്റുമ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ അതുവഴി ഉണ്ടാകാം. അവിടുത്തെ പരിഷ്കരണങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിലാക്കും എന്നുള്ള വളരെ പ്രയോജനമുണ്ട്. പിന്നെ അതുപോലെ ഷ്രിംപ് ഫാമിങ്ങിന് കാർഷിക മേഖലയെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് ഇപ്പോൾ പരമ്പരാഗത ക്രോപ്പുകളിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ടതില്ല. പരമ്പരാഗത ക്രോപ്പുകളിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻവയൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പരമ്പരാഗത വിളകൾ പലതും ഇന്ത്യക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പം ഇന്ത്യക്ക് അനുയോജ്യമായ, ഇപ്പോഴത്തെ പരിതസ്ഥിതിക്ക് അനുയോജ്യമായ തലത്തിലുള്ള 140 അതിനധികമോ മറ്റോ ക്രോപ്സാണ് പുതുതായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതിനകത്ത് ചെറുധാന്യങ്ങളുടെ പല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിഷിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഷ്രിംപ് ഫാമിംഗ്, അത് നബാർഡിൻ്റെ സഹായത്തോടു കൂടി ഷ്രിംപ് ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നു. 142 ക്രോപ്സ് പുതുതായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഗവൺമെൻറ്. അതായത് ഇപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്ന 24 വിളകളുണ്ട്. ആ 24 വിളകളുടെ കൂടെ ഈ പുതുതായിട്ട് കൊണ്ടുവരുന്ന പല വിളകൾക്കും മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ സഹായം ചെയ്തു കൊടുക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അപ്പോൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടത്ര ഊന്നൽ കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ വ്യാവസായിക മേഖല, അതായത് തൊഴിലില്ലായ്മയാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇക്കണോമിക് സർവേ ഒക്കെ പുറത്തുവിട്ടിരുന്നത് പിന്നെ വലിയ തോതിൽ, അതായത് ILO പറയുന്നു 83%, 82.9% തൊഴിലില്ലായ്മ ഉണ്ടെന്ന്. അതുപോലെ എല്ലാ പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവിടെ വ്യാവസായിക മേഖല എങ്ങനെ തൊഴിൽദാതാവാകുന്ന വ്യാവസായിക മേഖലയെ കെട്ടിപ്പടുക്കാം എന്നതിനുള്ള ഒരു അന്വേഷണം ഈ ബജറ്റിൽ നമുക്ക് കണ്ടെത്താനാകും. അങ്ങനെ നോക്കുമ്പോൾ ചില സൗകര്യങ്ങൾ, അതായത് ഈ പഠനങ്ങളൊക്കെ ഇക്കണോമിക് സർവേ തന്നെ കാണിക്കുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്നവരുടെ എംപ്ലോയബിലിറ്റി, അതായത് തൊഴിൽ നേടാനുള്ള ആ കഴിവ്, തൊഴിൽ ചെയ്യാനുള്ള ഒരു പുതിയ തൊഴിലിലേക്ക് റിക്രൂട്ട് ചെയ്തു വന്നാൽ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാൽ തന്നെ ഇവരെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ്. അപ്പം അതിന് എംപ്ലോയബിലിറ്റി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ ബജറ്റുകളിലും ഒക്കെ ഇത് പറഞ്ഞതാണ്. എങ്കിലും ഇത്തവണ അത് വീണ്ടും ഒന്ന് ഒരു ഊന്നൽ കൊടുത്തിരിക്കുന്നു. അതായത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് കമ്പനികളിലൊക്കെ സഹായം കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ഉള്ള ഫണ്ട് അത് ഓരോ കോർപ്പറേറ്റും ഈ ഇന്റേൺഷിപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ ആദ്യത്തെ ഇന്റേൺഷിപ്പിൻ്റെ ആദ്യ മാസത്തെ 6000 രൂപ ഒരു ശമ്പളം എന്ന പോലെ അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് പ്രതിഫലം പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കും. ബാക്കിയുള്ള എത്ര മാസത്തെ ഇന്റേൺഷിപ്പാണോ ആ മാസങ്ങളിലേക്ക് 5000 രൂപ വീതം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നെടുത്ത് കൊടുക്കുക. അങ്ങനെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുക. ഇന്റേൺഷിപ്പ് ഒക്കെ പൂർത്തിയാക്കി എവിടെയെങ്കിലും ഒരു തൊഴിലിൽ കയറി പറ്റിയാൽ ആദ്യ മാസ ശമ്പളം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് എൻകറേജ്മെൻറ്റിനുള്ള മാർഗങ്ങളാണ്. പിന്നെ MSME സെക്ടറിൽ
MSME സെക്ടറിൽ ഇതുവരെ മുദ്രാ ലോൺ വഴിയായിട്ട് കൊടുത്തിരുന്നത് 10 ലക്ഷമായിരുന്നു മാക്സിമം വായ്പ കൊടുത്തിരുന്നത്. അതിപ്പോൾ 20 ലക്ഷമാക്കി, അതായത് ഇരട്ടിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ MSME സെക്ടർ ഗവൺമെന്റിന് അറിയാം, ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സംഭാവന ചെയ്യുന്നത്, അതായത് 90-95% തൊഴിൽ സംഭാവന ചെയ്യുന്നത് ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം മേഖലയ്ക്കാണ് ഈ മുദ്രാ ലോൺസ് ഗവൺമെന്റ് ഈടോടുകൂടിയുള്ള വായ്പ കൊടുക്കുന്നത്. അത് 10 ലക്ഷമായിരുന്നു മാക്സിമം, ഇപ്പോൾ അത് 20 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരിതാണ്. അത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഒരുപാട് നികുതി ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. മറ്റു പല സഹായക പദ്ധതികളും കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടിന്റെ EPFOയിൽ ഗവൺമെന്റിന്റെ ഒരു നല്ല ഇടപെടൽ കാണാം. അതായത് EPFO വളരെ പ്രശ്ന സങ്കലിതമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായി. തൊഴിലാളി യൂണിയനുകളെല്ലാം അവരുടെ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് സമയവും സമരത്തിലേക്ക് പോകത്തക്ക രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ EPFOയിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വർദ്ധിപ്പിക്കുകയും ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ, ഒരു തൊഴിലിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗവൺമെന്റായിട്ട് 1 മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതുകൂടാതെ തന്നെ EPFOയിലേക്കുള്ള കോൺട്രിബ്യൂഷനും റെഗുലറൈസ് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ ഈ ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ സ്കില്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 20 ലക്ഷം യൂത്തിന് 5 വർഷത്തേക്ക് പുതിയ സ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 7.5 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പം സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് വളരെ ഉദാരമായ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ അതൊന്ന് കുറയ്ക്കണം എന്നുള്ള ഉദ്ദേശം ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് ഡൊമസ്റ്റിക് എഡ്യൂക്കേഷൻ ലോൺസ് 10 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും 3% പലിശയ്ക്ക്, അതായത് വളരെ കുറഞ്ഞ പലിശയ്ക്ക് 10 ലക്ഷം വായ്പ വരെ ഇന്ത്യക്കകത്തുള്ള പഠനത്തിന് വേണ്ടി ഗവൺമെന്റ് വായ്പ കൊടുക്കുന്നു. അതേ സമയത്ത് ആ വായ്പയുടെ ഗണത്തിൽ വിദേശ പഠനത്തിനുള്ള വായ്പകളെ പറ്റി ശബ്ദിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ ബ്രെയിൻ ഡ്രെയിൻ ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ലോൺ സിസ്റ്റം കൊണ്ടുപോയി 10 ലക്ഷം വരെ ലോൺ 3% പലിശയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ്, ഇന്റേൺഷിപ്പിന്റെ സമയത്ത് അവർക്ക് അതിനുള്ള 5000 രൂപ പെർ മന്ത് സാലറി ആയിട്ട് കൊടുക്കുന്നത്, അതിനൊക്കെ ഗവൺമെന്റിന്റെ ഇടപെടൽ, CSRന്റെ ഇടപെടൽ, ഇതൊക്കെ തന്നെ ഈ ബ്രെയിൻ ഡ്രെയിൻ കുറച്ചുകൊണ്ട് ഇന്ത്യയിലെ യൂത്തിനെ, ഇന്ത്യയിലെ ബ്രെയിൻ ഇന്ത്യയിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു പ്രത്യേക യത്നമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റൂറൽ ഹൗസിംഗ്, 3 കോടി റൂറൽ ഹൗസിങ്ങിന് വേണ്ടിയുള്ള അനൗൺസ്മെന്റ്സ് ഉണ്ട്, അതിനുവേണ്ടി പണം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കോടി അർബൻ ഹൗസിങ്ങിനും 5 വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്, അതിനും ഉള്ള ഫണ്ടിങ്. പക്ഷേ ഫണ്ടിങ് ആവശ്യം പിന്നെ ഇല്ല. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ മൂലധന നിക്ഷേപത്തെ പറ്റി പറയുകയാണെങ്കിൽ ക്യാപെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അത് ഈ കഴിഞ്ഞ ഇന്റരീം ബജറ്റിൽ തന്നെ 11.11 ലക്ഷം കോടിയാണ് അനൗൺസ് ചെയ്തിരുന്നത്. അതേ തുക തന്നെയാണ് ഇപ്പോൾ ഈ പൂർണ്ണ ബജറ്റ് വന്നപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പൂർണ്ണ ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, അതായത് പൊതുവെ കൊടുക്കുന്ന ഊന്നലിനേക്കാളും വലിയ ഊന്നലാണ് കൊടുത്തിരിക്കുന്നത് ആന്ധ്രയ്ക്കും ബീഹാറിനുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ റെസീറ്റിലും ക്യാപിറ്റൽ റെസീറ്റ്സിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അതായത് GST വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, ചില ഇളവുകൾ, അതായത് ഇപ്പോൾ കസ്റ്റംസിൽ ഇളവ് വരുത്തിയിരിക്കുന്നു, സ്വർണം, വെള്ളി ഇവയൊക്കെ ഇറക്കുമതി ചെയ്യുന്ന കസ്റ്റംസ് തീരുവ കുറച്ചു. അതൊരു പക്ഷേ കള്ളക്കടത്ത് തടയുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും. കഴിഞ്ഞ ബജറ്റിലും അതുപോലെ കുറച്ചിരുന്നു, പക്ഷേ കള്ളക്കടത്ത് കുറഞ്ഞില്ല. ഈ കള്ളക്കടത്ത് കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന, ബഹുകോടികൾ ശതകോടികൾ സമ്പാദിക്കുന്നവരൊന്നും കസ്റ്റംസിനെ അല്ല ഭയക്കുന്നത്, അവർക്ക് വെറുതെ സ്വർണം കിട്ടണം. അത് കള്ളക്കടത്ത് സ്വർണം, അത് അവർ തന്നെയാണ് എൻകറേജ് ചെയ്യുന്നത്. എന്തായാലും ആ മേഖലയിൽ കസ്റ്റംസ് ഒരു ഇളവ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതിനോട് പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്വർണ്ണാഭരണ രത്ന കയറ്റുമതി, ആഭരണ കയറ്റുമതിയിൽ നിന്ന് നമുക്ക് നമ്മുടെ വിദേശ വ്യാപാര നേട്ടത്തിൻ്റെ ഒരു 19-20% വരുന്നത് ഈ ഒറ്റ മേഖലയിൽ നിന്നാണ്. അപ്പോൾ അവിടേക്ക് ചെയ്യുന്ന ഇളവുകൾ ഒരിക്കലും ഒരു തെറ്റായ ഇളവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പിന്നെ ഡയറക്റ്റ് ടാക്സസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പുതിയ രീതിയിലുള്ള നികുതി സമ്പ്രദായം, പഴയ രീതിയിലുള്ള നികുതി ഇൻകം ടാക്സ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. പുതിയ സമ്പ്രദായത്തിലാണ് അല്പസ്വല്പം മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അതായത് 50,000 ആയിരുന്നു ആദ്യത്തെ നികുതി കൊടുക്കാൻ തുടങ്ങുന്ന ആ സ്ലാബ്, അതിന് 75,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഫാമിലി പെൻഷൻ
15,000 ആയിരുന്നത് 25,000 വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഫാമിലി പെൻഷന്റെ കാര്യത്തിൽ. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഒരുപാട് ടാക്സ് കൺസെഷൻസ്, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റ് മേഖലയ്ക്കാണ് ഏറ്റവും അധികം താങ്ങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞ ക്രോണി ക്യാപിറ്റലിസത്തെ, ചങ്ങാത്ത മുതലാളിത്തത്തെ സന്തോഷിപ്പിക്കുന്ന, അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ബജറ്റാണ് എന്നിവിടെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട, വളരെ എന്താ പറയുക, നിരാശാജനകമെന്ന് പറയേണ്ട ഒരു കാര്യം, പല സ്റ്റഡികളും തോമസ് പിക്കറ്റി പോലെയുള്ളവരുടെ അന്താരാഷ്ട്ര അതുപോലെ രാഷ്ട്രത്തിനകത്ത് തന്നെയുള്ള പഠനങ്ങൾ വലിയ തോതിൽ ഇൻകം ഇനീക്വാളിറ്റി, അതായത് അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തോമസ് പിക്കറ്റിയാണ് 1921, 22, 23 മുതൽ 2022, 23 വരെയുള്ള കാലഘട്ടത്തിലെ പിക്കറ്റി മാത്രമല്ല, പിക്കറ്റി ഗ്രൂപ്പ് പഠിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഇൻഫറൻസ്, എടുത്തിരിക്കുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 9 വർഷം 2014 മുതൽ 2022, 23 വർഷം വരെയുള്ള വർഷത്തിലാണ് ഇന്ത്യയിൽ അസമത്വം ഏറ്റവും കൂടിയിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും പ്രോ കോർപ്പറേറ്റ് നയം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 80 കോടി ആൾക്കാർക്ക് PM കിസാൻ അന്ന യോജന വെച്ച് ഭക്ഷണം കൊടുക്കുന്നു. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. 2013 ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ ബേസിസിൽ, ബലത്തിലാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബജറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള മുന്നേറ്റങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. നമ്മൾ വലിയ പ്രതീക്ഷകളോടെയാണ് വന്നത്. പക്ഷേ ഒരു മുന്നണി ബജറ്റിന്റെ സമ്മർദ്ദത്തിന് വിധേയരായിട്ട് ആ മുന്നണിയിൽപ്പെട്ട മറ്റു കക്ഷികൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ പൊതുജനത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊടുത്തിട്ടില്ല. മൂലധന നിക്ഷേപ മേഖലയിൽ വേണ്ടത്ര ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഡിഫൻസിന് വേണ്ടത്ര ഊന്നൽ കൊടുത്തിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഊന്നൽ പോരാ. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇവിടെയൊക്കെ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് പോലെയോ ആരോഗ്യ നയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള ചെലവുകൾ വരുത്തിയിട്ടില്ല. ആ നയങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണെങ്കിൽ ആ ഗവൺമെന്റ് തന്നെ 2017 ആരോഗ്യ നയവും 2020 എഡ്യൂക്കേഷൻ നയവും ഒക്കെ മറന്നു പോയോ എന്ന് നമുക്ക് സംശയം തോന്നും, അതിനൊക്കെ വെച്ചിട്ടുള്ള അലൊക്കേഷൻസ് കണ്ടാൽ. ഏതായാലും ഈ ബജറ്റ് വളരെ ഒരു ഡിജിറ്റൽ ആയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഡിജിറ്റൽ ഇക്കോണമി വിഭാവന ചെയ്യുമ്പോഴും ഈ ഡിജിറ്റൽ ഇക്കോണമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ട തൃപ്തി കിട്ടത്തക്ക രീതിയിൽ ഗ്രോത്ത് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ, അതിനുള്ള പദ്ധതികളല്ല ഈ ബജറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ബജറ്റ് എന്ന് ഇതിനെ പറയാൻ പറ്റില്ല.